അപ്പൊ ബാർലി റൈസ് വെച്ചിട്ട് ഒരു വെജ് ബൗൾ സെറ്റ് ആക്കണ്ട കേട്ടോ നിങ്ങൾ കാണാൻ. അതവിടെ നടക്കട്ടെ, ഞാൻ അതിന്റെ ഇടയിൽ കൂടെ ഒരു കാര്യം പറയാം. എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജുകളിൽ ഒന്നാണ് എങ്ങനെ നമുക്ക് സ്പീഡി ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്കുകൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ നല്ലപോലെ സ്പീഡി ആവട്ടോ. ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ അറിയാവേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് നൈഫ് സ്കില്ലിന്റെ കാര്യങ്ങളും. നമ്മൾ എത്രത്തോളം ആ വർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് വഴി ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ സ്പീഡി ആവും. ബിഗിനേഴ്സ് ഒന്നും അതിനെ കുറിച്ച് അറിയാവരുത്. ഓർഡർ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് സാൽമൺ റിസീവ് ചെയ്യാൻ വന്നത് കേട്ടോ. നോക്കി കാണാനായിട്ട് എന്ത് രസത്, കാണാൻ പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും. ഇത് വേറെ മസാലകളൊന്നും ഇല്ലാണ്ട് വെറുതെ സോൾട്ടും പെപ്പറും ഒലിവ് ഓയിലും അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കിച്ചണിലെ ആഫ്റ്റർനൂൺ റഷ് ഒരു 2:30-3 മണിയാകുമ്പോഴേക്കും അവസാനിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കിച്ചണിലത്തെ ചെറിയ ഓർഡേഴ്സും അതേപോലെ തന്നെ മിസംബ്ലാസും ഒക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് സ്റ്റാഫ് ഫുഡ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. സ്റ്റാഫ് ഫുഡ് ആയാലും നമ്മൾ ആദ്യം മോർണിംഗ് ഷിഫ്റ്റിനാണ് പ്രയോറിറ്റി കൊടുക്കുക ഫുഡ് കഴിക്കാൻ. അവരാണല്ലോ നേരത്തെ വന്നത്. നമുക്ക് ഇവിടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 1 hour ബ്രേക്ക് ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ കിച്ചൺ വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത്. ബൈ ഫ്രം ഷെഫ് സാൽവിൻ അപ്പസുലാൻ.